നമസ്കാരം. വിചാരവീഥിയുടെ ഒരു പുതിയ ചിന്തയിലേക്ക് സ്വാഗതം. ഒരിക്കൽ ഗുരു ഒരു തീർത്ഥയാത്രയ്ക്ക് പുറപ്പെടുകയാണ്. ഏക ശിഷ്യനെ എല്ലാം ചുമതലപ്പെടുത്തിയാണ് ഗുരു യാത്ര പുറപ്പെട്ടത്. ശിഷ്യന് ആകെയുള്ള 2 വസ്ത്രങ്ങളിൽ ഒന്ന് എലി കരണ്ടും. അങ്ങനെ ഇരുന്നപ്പോൾ ശിഷ്യൻ ഈ എലിയെ കൊല്ലുവാൻ ഒരു പൂച്ചയെ കൊണ്ടുവരുന്നു. പൂച്ചയ്ക്ക് എന്നും പാല് വേണം. അതൊരു പ്രശ്നമായപ്പോൾ ശിഷ്യൻ ഒരു പശുവിനെ വാങ്ങി. പശുവിനെ വാങ്ങിയാൽ പോരല്ലോ, പശുവിന് തീറ്റ കൊടുക്കണ്ടേ. പശുവിന് തീറ്റ കൊടുക്കുവാൻ കുടിലിന് ചുറ്റുമുള്ളതായ സ്ഥലം കിളച്ചൊരുക്കി പുല്ല് കൃഷി ചെയ്തു. സ്ഥലം പിന്നെയും മിച്ചമുണ്ട്. അതുകൊണ്ട് മറ്റ് വിളകളും ശിഷ്യൻ നട്ടു. എല്ലാം തനിച്ച് ചെയ്യാനായി ശിഷ്യൻ ബുദ്ധിമുട്ടി തുടങ്ങി. അപ്പോൾ 2 ജോലിക്കാരെ നിയമിച്ചു. വർഷങ്ങൾ കഴിഞ്ഞു. ഗുരു തിരിച്ചെത്തുമ്പോൾ പഴയ കുടിലിൻ്റെ സ്ഥാനത്ത് ഒരു വലിയ മാളികയും കൃഷിത്തോട്ടവും. ഗുരുവിനെ കണ്ട് ശിഷ്യൻ ഓടി വന്ന് പറഞ്ഞു, എല്ലാം എലി കരണ്ട എൻ്റെ വസ്ത്രം സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ ചെയ്തതാണ്. പ്രിയപ്പെട്ടവരെ, ലക്ഷ്യങ്ങൾ മറക്കുന്നവർ ആഗ്രഹങ്ങളുടെ പിന്നാലെ സഞ്ചരിക്കുന്നവരാണ്. എന്നാൽ നിയതമായ ലക്ഷ്യങ്ങളുള്ളവർക്ക് അവ തന്നെ നേടണമെന്ന നിർബന്ധവുമാണ് ഉള്ളത്. ആഗ്രഹങ്ങൾ മാത്രമുള്ളവർക്ക് ഒന്നിന് പകരം മറ്റൊന്ന് ലഭിച്ചാലും മതി. എന്നാൽ ലക്ഷ്യമുള്ളവർ സഞ്ചരിക്കുന്ന എല്ലാ വഴികളും ആ ലക്ഷ്യങ്ങളിലേക്ക് നയിക്കുന്നവയായിരിക്കും. ആഗ്രഹങ്ങൾ മാത്രമുള്ളവർ തത്സമയത്തെ സംതൃപ്തിക്കായി ഏത് വഴിയിലൂടെയും സഞ്ചരിക്കുന്നവരാണ്. എന്തിനു വേണ്ടി തുടങ്ങിയെന്ന് മറന്നു പോകുന്നതുകൊണ്ടാണ് എതിരെ വരുന്നവയുടെയും ആകർഷകമായതിൻ്റെയും ഒക്കെ പിന്നാലെ പോകുന്നത്. തുടർച്ചകളില്ലാത്തതെല്ലാം തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കും. തുടങ്ങാൻ ആവേശം മാത്രം മതി. എന്നാൽ തുടരാൻ ആത്മബോധവും ലക്ഷ്യബോധവും വേണം. തുടങ്ങുമ്പോൾ ഒട്ടേറെ ആളുകൾ കൂടെ ഉണ്ടാകും. എന്നാൽ ആകസ്മികതകളൊക്കെ വരുമ്പോൾ ആരും ഉണ്ടാകണമെന്ന് നിർബന്ധവുമില്ല. നയിക്കാനും വഴി നടത്താനും ആരെങ്കിലും ഉള്ളപ്പോൾ ദിശ തെറ്റാതെ സഞ്ചരിക്കുക എന്നത് ആരുടെയും സ്വന്തം മിടുക്കല്ല, വഴികാട്ടികളുടെ വൈദഗ്ധ്യം മാത്രമാണത്. എന്നാൽ തനിച്ച് നിൽക്കുമ്പോഴും തീരുമാനിച്ചുറച്ച വഴികളിലൂടെ സഞ്ചരിക്കുന്നതിലാണ് ഏതൊരു യാത്രികൻ്റെയും മിടുക്ക്. നമസ്കാരം.